السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ദുരന്തക്കഥ. അതിസുന്ദരിയായ ഒരു യുവതി ബസ്രയിലെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നത് ഒരാൾ കണ്ടു. തന്റെ കൂട്ടുകാരനോടെന്നവണ്ണം അയാൾ ആത്മകഥം ചെയ്തു. അവൾ നല്ലൊരു കുടുംബത്തിൽ പിറന്നവളാണെന്ന് തോന്നുന്നു. ഇത് ആ സ്ത്രീ കേട്ടിരിക്കാം. അവൾ തന്റെ മൂടുപടം കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പറഞ്ഞു, ദുഃഖമറിയാതെ ജീവിക്കുന്നവൾ എന്നാണ് നിങ്ങൾ എന്നെപ്പറ്റി വിചാരിക്കുന്നത്. എന്നെപ്പോലെ വേദന തിന്നുന്നവരാരുമില്ല. മറ്റൊരു പെണ്ണും അനുഭവിക്കാത്ത ദുരന്തങ്ങളാണ് എന്നെ വേട്ടയാടിയത്. എന്നിട്ടും അല്ലാഹുവിനു വേണ്ടി ക്ഷമിച്ചു നിന്നതിനാൽ അവൻ എന്നെ തളർത്തിയില്ല. ആ സമയത്ത് അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ദുരന്തക്കഥ? അപ്പോൾ അവൾ പറയാൻ തുടങ്ങി, ബലിപെരുന്നാൾ ദിവസം എന്റെ ഭർത്താവ് ബലിയറുക്കാൻ കൊണ്ടുവന്ന മുട്ടനാടിനെ മുറ്റത്തു കെട്ടി. എനിക്ക് 2 ആൺമക്കളായിരുന്നു. അവർ നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ ആടിനെ അറുക്കാൻ തിരക്കുകൂട്ടി. എല്ലാവരും തക്ബീർ ചൊല്ലി ആടിനെ ബലിയറുത്തു. ഭർത്താവ് ആടിനെ കെട്ടിത്തൂക്കി തൊലി പൊളിച്ചു നന്നാക്കുകയാണ്. ഞാൻ അടുക്കളയിൽ പെരുന്നാൾ സദ്യ ഒരുക്കുകയാണ്. എന്റെ മക്കളിൽ മൂത്തവൻ അനിയനോട് പറഞ്ഞു, ബാപ്പ ആടിനെ അറുത്ത പോലെ അറുക്കാൻ എനിക്കും അറിയാം. വാ, ഞാൻ നിനക്കു കാണിച്ചു തരാം. അവർ അങ്ങകലെ പോയി. ബാപ്പ അറവ് നടത്തിയ പോലെ അനിയനെ കിടത്തി. ജ്യേഷ്ഠൻ കഴുത്തിൽ കത്തിയമർത്തി. ചോരയൊഴുകി പിടഞ്ഞപ്പോൾ അവൻ പേടിച്ചോടി. ബഹളം കേട്ട് ഞങ്ങൾ ഓടിയെത്തി. ഇളയ മകൻ മരിച്ചു കിടക്കുന്നു. മറ്റവനെ കാണാനുമില്ല. ഭർത്താവ് അങ്ങകലെ മലമുകളിലേക്ക് ഓടിപ്പോയി നോക്കി. എവിടെയും കാണുന്നില്ല. ഘോരവനത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് ചോര ചിതറി അവന്റെ കുഞ്ഞവയവങ്ങൾ കിടക്കുന്നത് കണ്ടു. വന്യമൃഗങ്ങൾ ആക്രമിച്ചതാണെന്ന് മനസ്സിലായി. തലയിൽ കൈവച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു ഈ വാപ്പ. തിരിച്ചു നടന്ന എന്റെ ഭർത്താവിനെ വഴിതെറ്റിപ്പോയി. ദിശയറിയാതെ ദിവസങ്ങളോളം അലഞ്ഞു. ഒടുവിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അദ്ദേഹം കാട്ടിൽ മരിച്ചു വീണു. ആ സ്ത്രീ കണ്ണീരോട് കൂടെ ഈ കഥകളെല്ലാം പറഞ്ഞു നിർത്തി. ഇത്രയൊക്കെ ദുരന്തങ്ങൾ എന്റെ ജീവിതത്തിൽ വേട്ടയാടിയിട്ടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. ക്ഷമിക്കാതിരുന്നിട്ടും നമുക്കെന്തു ചെയ്യാൻ പറ്റും? സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹു തആല ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാഹു തആലക്ക് നാം നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹ് നമ്മെ പരീക്ഷിക്കുകയാണ്. എല്ലാ പരീക്ഷണങ്ങളിലും നാം വിജയിച്ച് അല്ലാഹുവിനെ ഓർത്ത് നാളേക്ക് വേണ്ടി വല്ലതും സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.